ഹലോ വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇവിടെ യു കെയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നത് ഈ ഒരു മാർച്ചിലാണ്. എന്നെ മോഹിനിയാട്ടത്തിൻ്റെ തന്നെ മേക്കപ്പ് ട്യൂട്ടോറിയലായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. സോ വെൽക്കം ടു ദ ന്യൂ വ്ലോഗ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ദെൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫൗണ്ടേഷൻ നമ്മുടെ ഡാൻസ് മേക്കപ്പിന് പറ്റുന്ന ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നോർമൽ ഫൗണ്ടേഷൻ അല്ല. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലെയർ ഒന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ കളർ നോക്കിയിട്ട് നമുക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് ലെയർ ഇടാം. ഒരു 2 ലെയേഴ്സ് എങ്കിലും നമ്മൾ ലൈറ്റർ ആക്കിയാലേ നമ്മുടെ സ്റ്റേജ് പ്രസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ്റെ ഒരു ഫിനിഷ് എത്തത്തുള്ളൂ. സോ ആദ്യത്തെ ഒരു ഫുൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ബ്രഷസ് ആണെങ്കിലും അടിപൊളിയാണ്, പക്ഷേ ഇപ്പം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലെയറിൽ എവിടെയൊക്കെയാണ് ബ്ലാക്ക് ആയിട്ടുള്ള കുറച്ച് ബ്രൈറ്റൻ വേണ്ടുന്ന സ്ഥലങ്ങൾ അതിലുള്ള കുറച്ചും കൂടെ ഫൗണ്ടേഷൻ ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ബോറായിട്ടൊക്കെ നമുക്ക് തോന്നാം, പക്ഷെ ഇതിലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫിനിഷിന് ശേഷം കുറച്ചും കൂടി നമ്മുടെ അണ്ടർ ഐ അല്ലെങ്കിൽ കണ്ണിൻ്റെ മേലേക്ക് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസിൽ കുറച്ചും കൂടെ ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് കൺസീലർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് എവിടേക്കാണോ പിന്നെയും വേണ്ടുന്നത് അവിടെയെല്ലാം നമ്മൾ കൺസീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ നല്ല ഡെഫിനിഷൻ കിട്ടും കൺസീലർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ കൺസീലർ ബ്രഷ് വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത്. ഞാനൊരു ആവറേജ് മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം പിന്നീട് ഒന്നും കൂടി ഞാൻ കൺസീലർ വേണോ എന്ന് നോക്കിയിട്ട് ഒന്നും കൂടി കണ്ണിനടിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കണ്ണിൻ്റെയും അടിയിൽ ചില ടൈമിൽ നമുക്ക് കണ്ണിൻ്റെ മേക്കപ്പ് ആദ്യം ചെയ്തിട്ട് ബാക്കി ഫൗണ്ടേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ തിരിച്ചാണ് ചെയ്തിരിക്കുന്നത്, ഫുൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്കിനി പുരികത്തിൻ്റെ എഴുതാൻ വേണ്ടിയിട്ട് അവിടെ നമുക്കൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് ഗം ചെയ്ത് ഫുൾ കളഞ്ഞിട്ടില്ല, കാരണം ഈ ഒരു പുരികം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ കൺസീൽ ചെയ്ത് അതിൻ്റെ താഴ്വശത്തുള്ള കുറച്ച് ഭാഗം ഒന്ന് കയറ്റി വെക്കുന്നുണ്ട്, ആ ഒരു ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട്. മോഹിനിയാട്ടത്തിന് പൊതുവെ ഒരു ഒഴുക്കൻ മട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്, കറക്റ്റ് ക്രിസ്പായിട്ട് നിൽക്കുന്നതായിട്ട് അല്ല ഐബ്രോസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കൺസീൽ ചെയ്യുന്നുണ്ട് താഴ്വശത്ത്. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു ഫൗണ്ടേഷൻ നമുക്കൊന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് പൗഡർ വെച്ചിട്ട് ഫുള്ളൊന്ന് ഫൗണ്ടേഷൻ ഫിക്സ് ചെയ്യുക. നെക്ക് പോർഷനിൽ ഈ ഒരു പോർഷനിൽ ഞാനൊന്ന് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാനൊന്ന് കൺസീൽ ചെയ്യുന്നുണ്ട്, കാരണം ചില സമയത്ത് നെക്ക് പോർഷൻ കുറച്ച് വ്യത്യാസമായിട്ട് നിൽക്കാറുണ്ട്. ഫേസിൻ്റെ കളർ കുറച്ച് ബ്രൈറ്റ് കൂടുതലും ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം അങ്ങനെയാണ് നിൽക്കുന്നത്, എന്നാലും ആ ഒരു കൺസീൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇനി നമ്മുടെ ഐബ്രോ എഴുതുവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്, ബ്രൗൺ ഷെയ്ഡിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ലൈൻ സെറ്റ് ചെയ്തെടുത്തു. അതിനുശേഷമാണ് ഇനി ശരിക്കും കാജൽ വെച്ചിട്ട് എഴുതാൻ പോകുന്നത്. മിക്കപ്പോഴും എല്ലാവരും യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കി തന്നെ ആയിരിക്കും ഇൻഡിവിജ്വലി മേക്കപ്പ് ചെയ്യുമ്പോൾ ഒന്ന് റെഫറൊക്കെ ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ എന്തായാലും ചാനലുള്ളപ്പോൾ അതിലേക്കൊരു മേക്കപ്പ് വീഡിയോ ആഡ് ചെയ്യുന്നതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പുരികം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിന് നമ്മുടെ കാജൽ വെച്ചിട്ട് അതിനൊന്ന് ഡാർക്കൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റേജിൽ നോക്കുമ്പോൾ നമ്മുടെ പുരികം ഒരിക്കലും കാണുന്നുണ്ടാവില്ല, ഈ ഒരു ഡാർക്ക് ചെയ്ത് കാജലിൽ ചെയ്യുന്നത് മാത്രമേ നമുക്ക് കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഷുഗറിൻ്റെ കാജലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ആ ഒരു ബ്രൗണിൽ നമ്മൾ ആ ഒരു ഡിഫൈൻ ചെയ്ത് ലൈൻസ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഐബ്രോ ചെയ്യാൻ പറ്റുന്നത്. സോ അതെനിക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ദെൻ ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു
ഐബ്രോനെ കുറച്ചും കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ വെച്ച് നമ്മളൊന്ന് ലൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഷേപ്പിനെ തന്നെ. ഇനി ഒരു കൺസീൽ ചെയ്തിരിക്കുന്ന ലൈൻ കുറച്ചും കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് നമ്മളതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. ഇത്രയും ആയി കഴിയുമ്പോൾ ആ ഒരു ലൈൻ കറക്റ്റായിട്ട് നമുക്കത് നന്നായിട്ട് ആ ഒരു ഐബ്രോ കുറച്ചും കൂടി ഡിഫൈൻ ആയി കിട്ടും. എന്നിട്ട് ഇനി ഒന്നും കൂടി ടച്ച് ചെയ്തിട്ട് നമ്മൾ ബ്ലാക്ക് പെൻസിലിൽ ഒന്നും കൂടി ടച്ച് ചെയ്ത് വിടുന്നുണ്ട്. ഇനി ഞാൻ കണ്ണെഴുതാൻ പോവാണ്. കണ്ണെഴുതുന്നതിന് വേണ്ടിയിട്ട് 2 ടേപ്പ് നമ്മൾ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കറക്റ്റ് ഈക്വൽ ആയിട്ട് സിമെട്രിക്കലായിട്ട് നമുക്ക് ആ ഒരു ലൈൻസ് കിട്ടുന്നതാണ്. ഇത് ഞാൻ 2-3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കും കൂടിയാണ്. സോ ആ ഒരു നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഐ ഷാഡോ ചെയ്യുന്നത് കുറച്ചും കൂടെ ഗോൾഡൻ കളർ വരുമ്പോഴത്തെ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നല്ല പോലെ ബ്ലാക്ക് കാജൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദെൻ സൈഡിലൊരു ആദ്യം ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തു. അതിനുശേഷം ഒരു ബ്രൗൺ ഷെയ്ഡ് അതിലേക്ക് ആഡ് ചെയ്യാണ്. ബ്രൗൺ ഷെയ്ഡ് സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഇനിയാണ് നമ്മൾ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് കളേഴ്സ് കിട്ടും. ഈ ഒരു ബ്ലാക്കിന്റെ മേലെ ആവുമ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ കളേഴ്സ് കിട്ടുന്നതാണ്. സോ ഇത്രയും കളർ ഇല്ല നമ്മുടെ ആക്ച്വൽ ഐഷാഡോയ്ക്ക്, പക്ഷെ ആ ഒരു ബ്ലാക്കിന്റെ മേലെ ആയതുകൊണ്ട് അത്രയും ഡിഫൈൻ ആയിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് ഐഷാഡോ സെറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകമായിട്ട് അങ്ങനെ ഡാൻസിന് വേണ്ടുന്ന ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലല്ല ചെയ്യുന്നത്. എങ്കിൽ പോലും ആ ഒരു ബ്ലാക്കിന്റെ മേലെ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കളർ വരുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. മേലെയുള്ള ആ ഒരു പോർഷൻ ഈ ഒരു ലൈൻ പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐയുടെ ക്രീസിൽ കറക്റ്റായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഒന്നും കൂടി ആ ഒരു ഐ ഡിഫൈൻ ചെയ്ത് നമ്മൾ ആ ഒരു ബ്രൗണിൽ തന്നെ ഗോൾഡിന്റെ മേലെയും നമ്മളൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കണ്ണിന്റെ മേക്കപ്പ് വരുന്നത്. ഇത് ഞാൻ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ ആയിട്ട് ചെയ്യുവാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആ ടേപ്പ് മാറ്റുവാണ്. കാരണം കണ്ണിന്റെ ഐഷാഡോ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടേപ്പ് മാറ്റിയ പോർഷനിൽ മിസ്സായിട്ടുള്ള ഫൗണ്ടേഷനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് അതൊന്ന് ഫിക്സ് ആയി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കണ്ണിന്റെ മേലെ എഴുതി കൊടുക്കാം. ഇതേ കാജൽ തന്നെയാണ്, ഷുഗറിന്റെ കാജൽ തന്നെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണിന് താഴെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഐഷാഡോവിന്റെ ആ ഒരു ലൈനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ടൈം സേവ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഫിനിഷ് നമ്മൾ അല്ലാതെ ഒരുപാട് പാടുപെട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ നീറ്റ് എഴുതുന്നവർക്കും അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ ട്രയൽ ആയതുകൊണ്ട് ജസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ട് നമുക്ക് ചെയ്യാം. എഴുതിയതിന് ശേഷം നമ്മുടെ ഇന്നർ കോർണറും കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ടർ കോർണർ എക്സ്റ്റെൻഡ് ചെയ്യണം. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. അത് കുറച്ചും കൂടെ നല്ല ഡിഫൈൻ ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ചെറുതായിട്ട് മാത്രമേ ഞാൻ മേലത്തെ ആ ഒരു കണ്ണിൽ എഴുതുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ എൻ്റെ കണ്ണ് ചെറുതായതുകൊണ്ട് ഒരുപാട് ബ്ലാക്ക് മേലെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങ് ചെറുതായി പോകുന്ന പോലെ തോന്നാറുണ്ട് എനിക്ക് കണ്ണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എഴുതിയാലും മതിയായിരിക്കും. നമുക്ക് കുറച്ച് ഐഷാഡോ കാണുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഔട്ടർ കോർണർ ഫില്ല് ചെയ്ത് നല്ലപോലെ മേലത്തെ കണ്ണിന്റെ മേലത്തെ ആ ഒരു ഐലാഷസിന്റെ അവിടേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നർ കോർണറും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നല്ലൊരു ഷേപ്പിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ കോണ്ടൂറിങ് ചെയ്യുകയാണ്. അതിന് ഒരു ബ്രൗൺ ഐഷാഡോ വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു ശരിക്കും കോണ്ടൂറിങ് ആണ് ഏകദേശം ഈ ഒരു മേക്കപ്പിന്റെ ഒക്കെ ഒരു ലൈഫ് എന്ന് എനിക്ക് തോന്നാറുള്ളത്. അപ്പൊ ഈ ഒരു നോസിന്റെ കോണ്ടൂറിങ് ഒരു ബ്രൗൺ ഐ ഷാഡോയിൽ ചെയ്തിട്ട് ദെൻ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് താഴേക്കുള്ള പോർഷനിൽ. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുള്ള കോണ്ടൂറിങ് നമ്മൾ കവിളിലും അതുപോലെ തന്നെ നെറ്റിയിലും ഇത്രയും ചെയ്യുന്നുണ്ട്.
അതിനുശേഷം ഞാൻ ബ്ലഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു കവിളിൻ്റെ പോർഷനിൽ. അതുപോലെ തന്നെ കുറച്ച് കണ്ണിൻ്റെ സൈഡിലും ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ആ കോണ്ടൂറിങ്ങിൻ്റെ പോർഷൻ നെറ്റിയിലുള്ളത് നമ്മൾ അവിടെയും ചെയ്യുന്നുണ്ട്. ഒരു പിങ്ക് ആയിട്ടുള്ള ഐഷാഡോ, പിങ്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഫേസ് ഒന്ന് ഡിഫൈൻ ആയി കിട്ടും. അതുപോലെ തന്നെ ഇനി ജോ ലൈൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഈവൻ ആയിട്ടുള്ളൊരു റൗണ്ട് അല്ല എന്നാൽ ഓവൽ അല്ല, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫേസ് ഷേപ്പാണ്. അപ്പോൾ ജോ ലൈൻ ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഡിഫൈൻ ആയി കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു ഐ ഷാഡോ വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഐ ഷാഡോ വെച്ചത് ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് അതങ്ങ് നമ്മുടെ വേണ്ടുന്ന ആ ഒരു ഷേപ്പിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ സ്മഡ്ജ് ഇഫക്റ്റ് താഴെയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു ഫിനിഷ് ഏകദേശം ആയി കഴിഞ്ഞു. ഇനി ഞാൻ പൊട്ട് വെക്കുകയാണ്. അപ്പോൾ പൊട്ടിന് ശരിക്കും മോഹിനിയാട്ടത്തിന് റൗണ്ട് പൊട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്ക് ചെയ്യുന്ന പൊട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ താഴെ ഒരു ലൈൻ ഒരു ചന്ദനം പോലെ കളറിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ബ്ലാക്ക് കുത്ത് കൊടുത്തിട്ടുണ്ട് താഴെ. അപ്പോൾ ഇത്രയും പൊട്ടിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളറിലാണ് ലിപ്പ് ലൈൻ ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു ലിപ്സ്റ്റിക്കിന്റെ കളർ ഒരു മെറൂണിഷ് റെഡാണ്, ഒരു പിങ്കും കൂടെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളറിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും കുറച്ചുകൂടെ റെഡ് കളറിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ആ ലൈൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ചുണ്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും. ആ ഒരു ബ്ലാക്ക് ലൈനിങ്ങും ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ കളറും കൂടെ ആയപ്പോൾ ഏകദേശം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു മേക്കപ്പിന്റെ ഒരു ഫൈനൽ ലുക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി എല്ലാ പോർഷൻസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുകയാണ്. നോസിന്റെ കോണ്ടൂറിങ്, അതുപോലെ തന്നെ ഐയുടെ മേക്കപ്പിന് കുറച്ചും കൂടി എനിക്കൊന്ന് ഐഷാഡോ കുറച്ച് വലുതായിട്ട് ചെയ്യണം തോന്നിയിട്ട് ഞാൻ അതും ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ഐബ്രോയും ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഫൈനൽ. നമുക്ക് എന്താ തോന്നുന്നത്, ലിപ്സ്റ്റിക് എല്ലാം കൂടി വന്നു കഴിഞ്ഞിട്ട് നമ്മളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇതിൽ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഫേസിൽ ഇത്രയും മേക്കപ്പിന് ശേഷം ലാസ്റ്റ് ഒരു കുത്ത് നമ്മുടെ ഈ ഒരു ചുണ്ടിന്റെ സൈഡിലായിട്ട് ഇനി ഒരു കുത്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ ഉള്ളൂ ലെഫ്റ്റ് ആയിട്ടുള്ളത്. ഇനി ബാക്കിയെല്ലാം ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു സ്പോട്ട് കൊടുക്കുകയാണ്. കുറച്ചൊന്ന് വലുതായി പോലെ തോന്നി എനിക്ക്, അതുകൊണ്ട് വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ലാസ്റ്റ് ടച്ച് എന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നല്ലൊരു ടൈം എടുക്കും നമുക്ക് ഈ ഒരു മേക്കപ്പ് ചെയ്യാനായിട്ട്. ഫേസ് മേക്കപ്പും അതുപോലെ ഹെയർ ഡു, പിന്നെ കോസ്റ്റ്യൂംസ്, അതുപോലെ ജ്വല്ലറി ഇടുന്നത്, ഇത്രയും കാര്യങ്ങളെല്ലാം എത്ര ടൈം കൊണ്ടാണ് നമുക്ക് തീർക്കാൻ പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രയൽ സെഷൻ ചെയ്യുന്നത് പ്രോഗ്രാമിന് മുന്നേ എന്തുകൊണ്ട് നല്ലതാണ്. മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഫേസ് മേക്കപ്പ് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം കുഴപ്പമില്ലാതെ ഡിഫൈൻഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത് അത്രയും ദൂരെ നിന്നാണല്ലോ ആൾക്കാർ കാണുന്നത്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു മേക്കപ്പ് വരുന്നത്. സോ ബട്ട് ചെയ്യുമ്പോൾ അത് ഓവറാവാതിരിക്കാനും ശ്രമിക്കണം. ഇതിലിപ്പോൾ പൊട്ട് ഞാൻ വരച്ചിരിക്കുകയാണ്. പൊട്ട് നമ്മൾ നോർമലി സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ബാക്കിയൊക്കെ ഒരുവിധം ഞാൻ ഏകദേശം മേക്കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.